കോഴിക്കോട് മണ്ഡലത്തിൽ കരുത്തനായ സ്ഥാനാർത്ഥിയെയാണ് CPIM രംഗത്തിറക്കിയിരിക്കുന്നത്. എളമരം കരീം. രാജ്യസഭയിൽ രാജ്യത്തിൻ്റെ തന്നെ ശബ്ദമാണ് അദ്ദേഹം. രാജ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ നേതാവ് കൂടിയാണ്. ഇപ്പോൾ എളമരം കരീം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ദേശീയ പ്രാധാന്യം, വളരെ പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് BJPയെ പരാജയപ്പെടുത്തുക എന്നതാണ് CPIMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും മുഖ്യ ലക്ഷ്യം. ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ ജനങ്ങളുടെ ജീവിതത്തെ ആകെ തകർത്തിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം കടുത്ത ജനവിരുദ്ധ നയങ്ങളാണ് BJP സർക്കാർ നടപ്പാക്കിയത്. 2014 വാഗ്ദാനങ്ങൾ ഒന്നുപോലും നിറവേറ്റിയിട്ടില്ല. അതേ അവസരത്തിൽ ഈ 10 വർഷക്കാലം ഇന്ത്യയിലെ വൻകിട കുത്തകകൾ തടിച്ചു കൊഴുത്തു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം, തൊഴിൽ നിയമ ഭേദഗതികൾ, കാർഷിക മേഖലയിലെ കൃഷിക്കാരെ തകർക്കുന്ന നയങ്ങൾ, ഇതെല്ലാം ജനങ്ങൾ വലിയ യാതന അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് തള്ളിവിട്ടത്. ഇതിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കലാണ് ഇടതുപക്ഷത്തിൻ്റെ ലക്ഷ്യം. അതോടൊപ്പം ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ ജനങ്ങളിലുണ്ടാക്കുന്ന അസംതൃപ്തിയെ മറികടക്കാൻ കടുത്ത വർഗീയവൽക്കരണം BJP ആവിഷ്കരിക്കുകയാണ്. RSSും BJP മതവർഗീയതയെ ഭരണ നേതൃത്വത്തിലിരുന്നു കൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ സ്വീകരിക്കുന്നത്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ സങ്കല്പങ്ങൾക്ക് പോലും എതിരാണ്. ഓരോ നിയമങ്ങൾ പാർലമെൻറ്റിൽ വരുന്നത് വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെച്ചാണ്. ഏക സിവിൽ കോഡ്, മുത്തലാഖ് നിരോധന നിയമം, ഹിജാബിൻ്റെ മേലെയുള്ള വിവാദം, പശു സംരക്ഷണത്തിൻ്റെ പേരിലുള്ള വിവാദങ്ങൾ, ഇതെല്ലാം ഉയർത്തിക്കൊണ്ടുവരുന്നത് ന്യൂനപക്ഷങ്ങളെ, വിശേഷിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചാണ്. മണിപ്പൂരിൽ ക്രൈസ്തവരെയാണ് ലക്ഷ്യം വെച്ചത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിന് നേരെ വലിയ ആക്രമണം നടക്കുന്നു. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ തകർക്കും, ഐക്യത്തെ തകർക്കും. ഈ 2 പ്രശ്നങ്ങളെ ആസ്പദമാക്കി ഒരു മതനിരപേക്ഷ സർക്കാരിനെ കേന്ദ്രത്തിൽ അധികാരത്തിൽ കൊണ്ടുവരിക എന്നതാണ് ഇടതുപക്ഷ പാർട്ടികളുടെ ലക്ഷ്യം. അതിനുവേണ്ടി മതനിരപേക്ഷതയെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന എല്ലാവരുമായും കൈകോർത്ത് തെരഞ്ഞെടുപ്പിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ വർഗീയതക്കെതിരായും ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരായും ഒരു ശരിയായ നിലപാട് സ്വീകരിക്കാൻ ഇടതുപക്ഷത്തിനെ സാധിക്കൂ. അതുകൊണ്ട് പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം നല്ല തോതിൽ ഉണ്ടാക്കുക, അതിലൂടെ മാത്രമേ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഒരു ശരിയായ ദിശയിൽ നയിക്കാൻ കഴിയൂ എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കോഴിക്കോട്ടേക്ക് വന്നാൽ ഇടതുപക്ഷത്തിന് ഏറ്റവും കരുത്തുറ്റ കോട്ടയാണ് കോഴിക്കോട്. ഭൂരിഭാഗം നിയമസഭാ മണ്ഡലങ്ങളും LDFൻ്റെ കയ്യിലാണ്. പക്ഷേ ലോക്സഭയിൽ തുടർച്ചയായി UDF ആണ് വിജയിക്കുന്നത്. യാദൃശ്ചികമായ സംഭവങ്ങളാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ UDFനെ പിന്തുണച്ചത്. ഉദാഹരണത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നപ്പോൾ കോൺഗ്രസ്സിന് ഒരു മുന്നേറ്റം ഉണ്ടാകും, കോൺഗ്രസ് ഒരു ബദലാവാൻ സാധ്യതയുണ്ട് എന്നെല്ലാമുള്ള പ്രചാരവേല കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ, വിശേഷിച്ച് മുസ്ലിങ്ങളെ വല്ലാതെ സ്വാധീനിച്ചു. BJP ഭരണത്തിൽ അവർ ഭയാശങ്കയിലായിരുന്നു. അതിൽ നിന്ന് രക്ഷ നേടാൻ ഇതൊരു വഴിയാണ് എന്ന് അവർ കരുതി. അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും പിന്തുണച്ച് അവർക്ക് കൂടുതൽ സീറ്റുകൾ നൽകലാണ് തങ്ങളുടെ ചുമതല എന്ന് അവർ തെറ്റിദ്ധരിച്ചു. അതേ അവസരത്തിൽ കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ LDFനെയാണ് പിന്തുണക്കേണ്ടത് എന്നും അവർ തീരുമാനിച്ചു. 2019 19 സീറ്റുകൾ പരാജയപ്പെടുമ്പോൾ കേരളമാകെ ഉണ്ടായ ഈ ധ്രുവീകരണം ഒരു തെറ്റിദ്ധാരണയുടെ മേലുണ്ടായതാണ്. മാധ്യമങ്ങളും അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതേ ജനങ്ങൾ തന്നെയാണ് 2021 LDFനെ ജയിപ്പിച്ചത്. മാത്രമേ കേരള ചരിത്രത്തിലാദ്യമായി ഒരു സർക്കാരിന് തുടർഭരണം കിട്ടി എന്നത് ജനങ്ങളുടെ പിന്തുണ കൊണ്ടാണ്. ഈ തെറ്റ് പറ്റിയവർ മനസ്സിലാക്കുന്നുണ്ട്. അത് ഈ തവണ തിരുത്തുക തന്നെ ചെയ്യും. ഈ കോഴിക്കോട്ടെ മണ്ഡലത്തിലെ വോട്ടർമാരോട് എന്തൊക്കെ തരത്തിലുള്ള ആശയങ്ങളാണ് പങ്കുവെക്കാനുള്ളത്? ഒന്നാമതായി, കോഴിക്കോട് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ തലസ്ഥാനം പോലെയാണ്. ആ അന്തസ്സിനനുസരിച്ച് പാർലമെൻറ്റിൽ ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർത്തുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തുക, സംസ്ഥാന താൽപ്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നീ കാര്യങ്ങളിൽ
പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കലാണ് വേണ്ടത്. ഇത് യഥാർത്ഥത്തിൽ ഇവിടുന്ന് ജയിച്ചു പോയവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ്. മതനിരപേക്ഷതയും ഭരണഘടനയും കടുത്ത വെല്ലുവിളികളെ നേരിടുമ്പോൾ, പാർലമെൻറ്റ് ജനവിരുദ്ധ നിയമങ്ങൾ അടിക്കടി പാസ്സാക്കുമ്പോൾ ഒരു പ്രതികരണം പോലും നടത്താൻ കഴിയാതെ പോയത് ഈ കോഴിക്കോടിനെ പ്രതിനിധീകരിച്ചവർക്ക് പറ്റിയ ഗുരുതരമായ വീഴ്ചയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായാണ് പ്രതിപക്ഷം അവിടെ പ്രവർത്തിച്ചത്. അതുകൊണ്ട് ഞാൻ ആത്മവിശ്വാസത്തോടെ പറയുന്നത്, കോഴിക്കോടിൻ്റെ അന്തസ്സിനനുസരിച്ച് പാർലമെൻറ്റ് വേദിയെ ഉപയോഗിക്കലാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കേരളത്തിൻ്റെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ തകർക്കുന്ന കേന്ദ്ര നയത്തിനെതിരായി പോരാടുക എന്നതാണ്. ഇന്ത്യയുടെ ഫെഡറൽ തത്വങ്ങൾ അംഗീകരിക്കണമെന്ന ആവശ്യമുയർത്തുക, കേരളത്തിന് അർഹതപ്പെട്ട പദ്ധതികൾ നേടിയെടുക്കുക. അതിൽ വിശേഷിച്ചും കോഴിക്കോട്, പഴയ മലബാറിൻ്റെ തലസ്ഥാനമായ കോഴിക്കോടിന് ഒട്ടേറെ സ്വപ്നങ്ങളുണ്ട്. 2012 അന്നത്തെ പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്ത എയിംസ് കോഴിക്കോട്ടാണ് സ്ഥാപിക്കേണ്ടതെന്ന് കേരള ഗവൺമെൻറ് തീരുമാനിച്ചു. ഇതുവരെ അതിനെക്കുറിച്ച് ഒരു ആലോചനയും കേന്ദ്ര ഗവൺമെൻറ് നടത്തിയിട്ടില്ല. അത്തരം വികസനപരമായ പ്രശ്നങ്ങളും ശക്തമായി ഉയർത്തുകയും അതിനുവേണ്ടി പോരാടുകയും ചെയ്യുക എന്നതാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ. അപ്പോൾ ഇത്തവണ കോഴിക്കോട് മണ്ഡലം തിരിച്ചു പിടിക്കും? തീർച്ചയായും LDF വലിയ പ്രതീക്ഷയിലാണ്, ആത്മവിശ്വാസത്തിലാണ്. ജനങ്ങളുടെ പ്രതികരണവും അതുപോലെയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു. അപ്പോൾ ഈ കോഴിക്കോട് മണ്ഡലം വലിയ വോട്ടോടുകൂടി തന്നെ, വലിയ ഭൂരിപക്ഷത്തോടുകൂടി തിരിച്ചു പിടിക്കുമെന്നാണ് എളമരം കരീം പറയുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV കുട്ടൻ.